രണ്ട് മൃതദേഹ ശരീരഭാഗങ്ങൾ, ഒരു കാൽപാദവും അതോടൊപ്പം തന്നെ ഒരു കാലിൻ്റെ ഭാഗം, അടിഭാഗവും ഒരു കാലിൻ്റെ ഭാഗവും കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഇന്റേണൽ ഓർഗണും കിട്ടി എന്നുള്ള വിവരം ലഭിക്കുന്നു. പരപ്പൻപാറ, അതായത് ഉൾവനത്തിൽ ഏതാണ്ട് 7 കിലോമീറ്റർ അപ്പുറം പരപ്പൻപാറയിൽ നിന്നാണ് ഇപ്പോൾ ആന്തരിക അവയവം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്തേക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഒരു ERF, അതായത് എമർജൻസി റെസ്ക്യൂ ടീമിൻ്റെ കമ്മ്യൂണിക്കേഷൻ സെൻറ്ററിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതായത് ആ ഉൾവനത്തിൽ നിന്ന് മൃതദേഹങ്ങൾ ലഭിക്കുന്ന വിവരവും ഒക്കെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് ഇതുവഴിയാണ്. കാരണം നമുക്കറിയാം, മൊബൈലിൽ നിന്നും റേഞ്ച് ഇല്ലാത്ത ഏരിയയാണ്. ഇവിടുന്ന് മുകളിലേക്ക് പോകും തോറും മൊബൈലിന് റേഞ്ച് ഇല്ല, ആരുമായി കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് വിവരങ്ങൾ ഇങ്ങോട്ടേക്ക് കൈമാറുന്നത്. ഇപ്പം ERF പ്രതിനിധി തന്നെ നമ്മളൊപ്പം ചേരുന്നു. ഇപ്പം ഈ അവിടെ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. നമ്മൾ കഴിഞ്ഞ 4 ദിവസമായിട്ട് ഇവിടെ റെസ്ക്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വിവരിച്ച ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് പറയുന്നത്, ഏകദേശം രാവിലെ ഒരു 7 മണി മുതൽ നമ്മൾ ഇവിടുന്ന് കാട്ടിലേക്ക് കയറി പോകുന്ന ആളുകളായിട്ട് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസം വരുന്നത്. അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്നോ അല്ലെങ്കിൽ മൃതദേഹങ്ങളോ അവശിഷ്ടങ്ങളോ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് വരെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ചോദിക്കാനോ അവരുടെ തന്നെ ഒരു വിവരം കളക്ട് ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല. ആ ഒരു പ്രയാസം മനസ്സിലെടുത്തുകൊണ്ട് തന്നെ അവർക്ക് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ അമേച്ചർ റേഡിയോ, മലബാർ അമേച്ചർ റേഡിയോ സൊസൈറ്റി അംഗങ്ങളായിട്ടുള്ള താജിക്ക ടീം എല്ലാ ആളുകളും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ERFനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ കൺട്രോൾ റൂം ബേസ് ആയിട്ട് മുണ്ടേരി ഫാമിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ്. ഇതിനുള്ള വലിയൊരു ഉപകാരം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സൂര്യപ്പാറ വരെ മേളിൽ വരെയാണെന്ന് മാക്സിമം തരാൻ പറ്റുന്നിടത്തോളം തരയും. അതിന്ന് കളക്ട് ചെയ്യുന്ന ബോഡികളാണെങ്കിലും അവശിഷ്ടങ്ങളാണെങ്കിലും അപ്പം ഉദ്യോഗസ്ഥർക്കും മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനും വിവരങ്ങൾ കൈമാറാനും വലിയൊരു ഉപകാരമായിട്ടാണ് നമ്മൾ ഇതിനെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ സപ്പോർട്ടായിട്ട് നമുക്ക് കൂടെ നിൽക്കാമെന്നുള്ള അറിയിച്ച് ഇപ്പോൾ ഇവിടെ ബേസ് കൺട്രോൾ റൂം ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇതിപ്പം നമ്മുടെ രക്ഷാപ്രവർത്തനത്തിന് വലിയൊരു ഉപകാരമായിരിക്കും അല്ലേ? തീർച്ചയായും. കഴിഞ്ഞ കവളപ്പാറ അതുപോലുള്ള സുനാമി ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് തന്നെ സെക്കൻഡറി ലൈൻ കമ്മ്യൂണിക്കേഷനായിട്ട് അമേച്ചർ റേഡിയോ സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ വനത്തിനകത്ത് തീർച്ചയായിട്ടും ഇവർക്ക് മൊബൈൽ കവറേജ് ഇല്ല, മറ്റുള്ള എക്യുപ്മെന്റും കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏകദേശം ഒരു 4 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ അവിടെ ബോഡി കണ്ടെത്തിയിട്ടുണ്ട്, അപ്പോൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകും തോറും കോൺടാക്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അമേച്ചർ റേഡിയോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉപയോഗിച്ചിട്ട് തീർച്ചയായിട്ടും അവരായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ തന്നെ റേഡിയോ ഓപ്പറേറ്റർമാർ അവരെ കൂടെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്, കൂടെയുണ്ട്. അപ്പം ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം, ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ കൂടുതൽ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ വയനാട് കളക്ടറേറ്റായിട്ടൊക്കെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് കണക്ട് ചെയ്യാം. അവിടെയും അതുപോലെ ബേസ് ക്യാമ്പ് ഉണ്ട്, അവിടെ ആയിട്ട് കോൺടാക്ട് ചെയ്യാം. പരിശീലനം സിദ്ധിച്ച ആളുകൾ തന്നെയാണ് കൂടെയുള്ളത് അവിടുന്ന്? അതെ, ഈ അമേച്ചർ റേഡിയോസിന്റെ ആളുകൾ നമ്മളെ കൂടെ പോയിട്ടുള്ള 18-അംഗ ERF അംഗത്തിന്റെ കൂടെ തന്നെ അവരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അമേച്ചർ റേഡിയോന്റെ ഒരാൾ അവിടെ കൂടെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കിട്ടുന്ന അവശിഷ്ടങ്ങളാണെങ്കിലും എന്താണെങ്കിലും അവർ തരുന്ന ഓരോ വിവരങ്ങളും അപ്പം അപ്ഡേഷനായിട്ട് ഈ ബേസ് കൺട്രോൾ റൂമിൽ ലഭിക്കുന്നതോട് നമുക്ക് അപ്പം തന്നെ അത് തിരിച്ച് പോത്തുലി സ്റ്റേഷനിലോ അല്ലെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന CSR അവരെല്ലാവരും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, കൈമാറാനും കഴിയും. അതുകൊണ്ട് തന്നെ വിവരം പെട്ടെന്ന് തന്നെ ജനങ്ങൾക്ക് എത്താനും അല്ലെങ്കിൽ അത് ഹോസ്പിറ്റലിൽ എത്തിച്ചു കൊടുക്കാനും കഴിയുന്നതുകൊണ്ട് തന്നെ കുറെ പ്രയാസങ്ങൾ നമ്മൾ ഇതുവരെ നേരിട്ടുകൊണ്ട് തന്നെ ഒരു പരിധിവരെയുള്ള പ്രയാസങ്ങൾക്ക് വളരെയധികം കുറയാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ വലിയ തരത്തിൽ ഇപ്പം ഉൾവനങ്ങളിലാണ് ഇപ്പം തിരച്ചിൽ നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസം മുൻപ് നമ്മൾ അവിടെ പോയതാണ്. അപ്പോൾ ഈ പ്രദേശത്ത്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് മാത്രമാണ് ഈ റേഞ്ച് ഉള്ളത്. നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ലൈവൊക്കെ നൽകുന്നത്. വനത്തിനുള്ളിലേക്ക് കയറും തോറും കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പോയപ്പോൾ പറഞ്ഞതാണത്. നമുക്ക് പിന്നീട് താഴേക്ക് ഇറങ്ങി വന്നതിന് ശേഷം മാത്രമാണ് ഫോണിൽ റേഞ്ച് വരുന്നത്, മറ്റു പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ ഈ മൃതദേഹങ്ങൾ ഉൾവനത്തിൽ കണ്ടെത്തി അത് എത്തിക്കുന്നതോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു മൃതദേഹങ്ങളുടെ വിവരങ്ങളോ മറ്റോ വിവരങ്ങളോ അല്ലെങ്കിൽ കണ്ടെത്തിയ വിവരങ്ങളോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകരുമായി നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത്. എന്നാൽ അതിനുള്ള ഒരു പ്രതിവിധിയായാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള അമേച്ചർ റേഡിയോ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ഇപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ആ വിവരം അവിടെ ഇപ്പം ഏതാണ്ട് 4-5 കിലോമീറ്റർ അപ്പുറത്ത് മൃതദേഹ ശരീരഭാഗങ്ങൾ കിട്ടിയത് ഇപ്പോൾ തന്നെ നമുക്ക് വിവരം ലഭിച്ചത്. മറ്റ് നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. നേരത്തെ മൃതദേഹങ്ങൾ ലഭിച്ചാൽ അത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മാത്രമേ
നമുക്ക് അതിന്റെ വിവരങ്ങൾ ലഭ്യമായിരുന്നുള്ളൂ. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ അവിടെ നിന്നുള്ള വിവരങ്ങൾ അപ്പോൾ തന്നെ ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തകരുമായി നിരന്തരം നമുക്ക് കോൺടാക്ട് ചെയ്യാൻ കഴിയുന്നു. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവരെവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ വഴിയാണ് ഇപ്പോൾ അവിടെ 2 മൃതദേഹങ്ങൾ ലഭിച്ചു എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക ഒരു മെസ്സേജ് വന്നു, ഒരു അൺനോൺ ബോഡി അല്ലെങ്കിൽ അൺനോൺ ശരീരഭാഗം കിട്ടിയിട്ടുള്ളത് മനുഷ്യരുടേതാണോ അല്ലെങ്കിൽ മൃഗങ്ങളുടേതാണോ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ള കാര്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ളൊരു സംവിധാനം ഇവർ വഴിയായിരിക്കും ഇനി കമ്മ്യൂണിക്കേഷൻ നടക്കുക. ഇവരുടെ ഒരാൾ അവരുടെ കൂടെയുണ്ട്, രക്ഷാപ്രവർത്തകരുടെ കൂടെയും ഇവരുടെ ആളുകളുണ്ട്. അവിടെ നിന്ന് സംസാരിക്കും, അത് ഇങ്ങോട്ടേക്ക് കൈമാറും. അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഏറ്റവും രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഒരു കാര്യം കൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നിലമ്പൂരിൽ നിന്ന് ഷിജു ചിറ്റൂരിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.